നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹി സ്ഫോടനത്തിൽ നിർണായകമായ ചില വിവരങ്ങൾ പുറത്തുവരികയാണ്. ഈ സ്ഫോടനത്തിൽ കാർ ഓടിച്ച ചാവേർ ജമ്മു കാശ്മീർ പുൽവാമ സ്വദേശി 34-കാരനായ ഡോക്ടർ ഉമർ നബി എന്ന വിവരമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പൊട്ടിത്തെറിയുണ്ടായ കാറിൽ നിന്ന് കിട്ടിയ ചിന്നിച്ചിതറിയ മൃതദേഹം DNA പരിശോധനയ്ക്ക് അയച്ചിരുന്നു. മറ്റു ചില വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. ഈ സംഭവ ദിവസം ഉമർ നബി ദില്ലിയിൽ 11 മണിക്കൂറോളം ഉണ്ടായിരുന്നു. കൊണാട്ട് പരിസരത്തും ഇയാൾ എത്തി. ഫരീദാബാദിലെ അറസ്റ്റ് വിവരം കേട്ട് ഇയാൾ നടുങ്ങി. ഇല്ലെങ്കിൽ വലിയ സ്ഫോടനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമായിരുന്നു. ഈ സംഘം വലിയ സ്ഫോടനത്തിന് പദ്ധതിയിടുകയായിരുന്നു. എന്തായാലും 11 മണിക്കൂറോളം ഇയാൾ ഈ ദില്ലിയിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ചെങ്കോട്ടയിൽ മെട്രോ സ്റ്റേഷൻ 1-ാം നമ്പർ ഗേറ്റിന് മുൻവശം പൊട്ടിത്തെറിച്ച കാർ ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് തിങ്കളാഴ്ച അതിരാവിലെയാണ് പുറപ്പെട്ടത്. 11 മണിക്കൂർ സഞ്ചരിച്ചാണ് വൈകിട്ട് 6:52 ചെങ്കോട്ടയിലേക്ക് എത്തിയത്. ഇവിടെ എത്തി കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ഡൽഹി പോലീസ് കണ്ടെത്തിയതോടെയാണ് കാറിന്റെ സഞ്ചാരപാത മനസ്സിലാക്കാൻ സാധിച്ചത്. ഫരീദാബാദിനടുത്തുള്ള ടോൾ പ്ലാസയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിക്കുകയാണെന്ന് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. പുകപരിശോധന സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കുന്നതിനായി മറ്റൊരു പെട്രോൾ പമ്പിന് മുന്നിൽ ഇതേ കാർ നിർത്തിയിട്ടിരുന്നുവെന്ന കണ്ടെത്തലും ഉണ്ടായിട്ടുണ്ട്. വാഹന പരിശോധനയ്ക്കായി തടയുകയാണെങ്കിൽ ഹാജരാക്കാൻ വേണ്ടിയായിരിക്കണം പുകപരിശോധന സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കാൻ ശ്രമിച്ചതെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇയാളുടെ യാത്ര ഇപ്രകാരമാണ്. രാവിലെ 7:00 ഫരീദാബാദിലെ ഏഷ്യൻ ആശുപത്രിക്ക് മുന്നിൽ 8:15 കാർ ബദർപൂർ ടോൾ പ്ലാസ മറികടന്ന് ഡൽഹി അതിർത്തിയിലെത്തി. 8:20 ഓഗ്ല ഇൻഡസ്ട്രിയൽ ഏരിയയ്ക്ക് സമീപത്ത് പെട്രോൾ പമ്പിന് മുന്നിലൂടെ ദരിയാഗഞ്ച് മാർക്കറ്റിലൂടെ നീങ്ങി. വൈകിട്ട് 3:19 സുനേരി മസ്ജിദിനടുത്തുള്ള റെഡ് ഫോർട്ട് കോംപ്ലക്സ് പാർക്കിംഗ് ഏരിയയിലെത്തി. 3 മണിക്കൂറോളം പാർക്കിംഗ് സ്ഥലത്തുണ്ടായിരുന്നു. വൈകിട്ട് 6:22 പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് ചെങ്കോട്ടെ ലക്ഷ്യമാക്കി നീങ്ങുകയും ചെയ്തു. 6:52 ചെങ്കോട്ട ട്രാഫിക് സിഗ്നലിൽ വൻ പൊട്ടിത്തെറിയുണ്ടായി. എന്തായാലും ചെങ്കോട്ടയിലുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഫരീദാബാദിലെ അൽ ഫലാഹ് സർവകലാശാലയിൽ പരിശോധനകൾ തുടരുകയാണ്. ഇവിടുത്തെ പള്ളിയിലെ പുരോഹിതനെ ദില്ലി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ശ്രീനഗർ സ്വദേശി മുഹമ്മദ് ഇഷ്താഖാണ് കസ്റ്റഡിയിലായത്. സർവകലാശാലയിലെ 70 പേരെ ചോദ്യം ചെയ്തതായും സർവകലാശാലയിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചതായും പോലീസ് വ്യക്തമാക്കി. അതേസമയം സ്ഫോടനം നടന്നത് അബദ്ധത്തിലാണെന്ന സംശയം ബലപ്പെടുന്നു. സ്ഫോടക വസ്തുക്കൾ എവിടേക്കോ മാറ്റാൻ നോക്കുമ്പോൾ സ്ഫോടനം നടന്നുവെന്നാണ് അനുമാനം. ഉമറും മുസമ്മിയിലും നേരത്തെ റെഡ് ഫോർട്ട് പരിസരത്ത് എത്തിയിരുന്നു. ഈ വർഷം ജനുവരിയിൽ സ്ഫോടനം നടത്താനും സംഘം പദ്ധതിയിട്ടിരുന്നു. സ്ഫോടനം നടന്ന ദിവസം ദില്ലി മയൂർ വിഹാറിലും ഉമറിന്റെ വാഹനം എത്തി. സ്ഫോടനത്തിൽ സൈന്യം ഉപയോഗിക്കുന്ന തരം രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയം നിലവിൽ ശക്തമാണ്. അമോണിയം നൈട്രേറ്റിന്റെ സാന്നിധ്യമാണ് സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയത്. പക്ഷേ മറ്റു പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത് പരിശോധന കഴിഞ്ഞേ വ്യക്തമാവുകയുള്ളൂ. സ്ഫോടനം നടത്തിയ ഉമർ 11 മണിക്കൂർ ദില്ലിയിലുണ്ടായിരുന്നു. കൊണാട്ട് പ്ലേസിലും ഇയാൾ പോയെന്ന് പോലീസ് വൃത്തങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഫരീദാബാദിലെ അറസ്റ്റുകൾ അറിഞ്ഞ ഇയാൾ പരിഭ്രാന്തിയിലായെന്നും ഇല്ലെങ്കിൽ ഇതിലും വലിയ ആക്രമണത്തിനായിരുന്നു സാധ്യതയുണ്ടായിരുന്നതെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ അക്ഷരാർത്ഥത്തിൽ നടക്കുന്നതാണ്. അതേസമയം ചെങ്കോട്ടയ്ക്ക് സമീപത്തെ സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതമാക്കിയ NIA കഴിഞ്ഞ ദിവസം ഫരീദാബാദ്, സഹറൻപൂർ എന്നിവിടങ്ങളിൽ നിന്ന് അറസ്റ്റിലായ ഡോക്ടർമാരായ ആദിൽ, മുസ്മിൽ, ഷഹീന എന്നിവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. ആക്രമണത്തിൽ പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ പങ്ക് സംശയിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. കശ്മീരിലെ പുൽവാമ സ്വദേശി ഡോക്ടർ ഉമർ മുഹമ്മദ് നടത്തിയത് ചാവേർ ആക്രമണമായിരുന്നില്ലെന്നാണ് പ്രാഥമിക നിഗമനം. ചാവേറിന്റെ രീതിയിൽ ആയിരുന്നില്ല ആക്രമണം. റെയ്ഡിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തത് പ്രതിയെ പരിഭ്രാന്തനാക്കുകയും ചെയ്തു. നിർമ്മാണം പൂർത്തിയാകാത്ത ബോംബ് അസമയത്ത് പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നും ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. കാർ ഒരു ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയോ മനഃപൂർവ്വം ഇടിക്കുകയോ ചെയ്തിരുന്നത് ചാവേറിന്റെ രീതിക്ക് വിരുദ്ധമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ചെങ്കോട്ട സ്ഫോടനത്തിൽ സൈന്യം ഉപയോഗിക്കുന്ന തരം രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയം നിലവിൽ ഉയരുന്നുണ്ട്. അമോണിയം നൈട്രേറ്റിന്റെ സാന്നിധ്യം സ്ഥലത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ മറ്റു പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിച്ച് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതേസമയം ഇന്ത്യയിൽ ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടായ പിറ്റേ ദിവസം ഇസ്ലാമാബാദിൽ, അതായത് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വലിയ രീതിയിലുള്ള ബോംബ് സ്ഫോടനം ഉണ്ടായി. 12ഓളം പേർ മരിക്കുകയുണ്ടായി. ഈ ഒരു വിഷയത്തിൽ ഇതിന് പിന്നിൽ ഇന്ത്യ ആണെന്നൊരു ആരോപണവുമായി പാക് പ്രധാനമന്ത്രി രംഗത്ത് വന്നിരിക്കുകയാണ്. ആരോപണം ഇന്ത്യ തള്ളി. ഷഹബാസ് ഷെരീഫ് നടത്തിയ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സ്വന്തം പൗരന്മാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പതിവ് തന്ത്രമാണ് പാകിസ്ഥാൻ പയറ്റുന്നതെന്നും ഇന്ത്യ പ്രതികരിച്ചു. അന്താരാഷ്ട്ര സമൂഹത്തിന് യാഥാർത്ഥ്യം അറിയാം. ശ്രദ്ധ മാറ്റാനുള്ള പാക് തന്ത്രങ്ങളിൽ ലോകരാജ്യങ്ങൾ വീഴില്ല എന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പാകിസ്ഥാനിൽ നടന്ന ഇരട്ട സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഇന്ത്യ ആണെന്നായിരുന്നു പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്
ഷരീഫിന്റെ ആരോപണം. ഇസ്ലാമാബാദ് കോടതിക്ക് സമീപം 12 പേർ കൊല്ലപ്പെട്ട ചാവേർ ആക്രമണത്തിനും അഫ്ഗാൻ അതിർത്തിക്കടുത്തുള്ള വാനയിലെ കേഡറ്റ് കോളേജിൽ നടന്ന ആക്രമണത്തിനും പിന്നിൽ ഇന്ത്യയുടെ പങ്കുണ്ടെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. ഇസ്ലാമാബാദിലെ പ്രാദേശിക കോടതിക്ക് പുറത്തുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിൽ 12ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റു. കോടതിക്ക് പുറത്ത് നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായി. പരിക്കേറ്റവരിൽ പകുതി അധികവും കോടതിയിൽ വാദം കേൾക്കാൻ എത്തിയവരായിരുന്നു. ചെങ്കോട്ടിലുണ്ടായ സ്ഫോടനം അബദ്ധത്തിൽ സംഭവിച്ചതെന്ന അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലും വളരെയധികം നടക്കുന്നതാണ്. അബദ്ധത്തിൽ 12 ജീവനുകളോളം പൊലിഞ്ഞിരിക്കുകയാണെന്നത് ഏറ്റവും വേദനാജനകമായി മാറിയിരിക്കുകയാണ്. ഫരീദാബാദിലെ സംഭവത്തിന് പിന്നാലെ ഭയപ്പെട്ട ഉമർ നബി യാത്രക്കിടെ കാറിൽ വെച്ച് സ്ഫോടക വസ്തു നിർമ്മിക്കുകയായിരുന്നുവെന്നും ഇത് അബദ്ധത്തിൽ പ്രവർത്തിപ്പിച്ചതാകാം സ്ഫോടനത്തിന് കാരണമായതെന്നുമാണ് വിലയിരുത്തൽ. മാത്രമല്ല, സ്ഫോടനം നടന്ന സ്ഥലത്തെ പാർക്കിംഗിൽ ഇരിക്കുമ്പോൾ ഇയാൾ ഇന്റർനെറ്റിൽ ഫരീദാബാദിലെ അറസ്റ്റുകളെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ സെർച്ച് ചെയ്തുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ്. 12 പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനം നടത്തിയ പുൽവാമ സ്വദേശിയായ ഇയാൾക്ക് ഫരീദാബാദ് ഭീകര സംഘടനയുമായി ബന്ധമുണ്ടെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. ഫരീദാബാദിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയതിന് പിന്നാലെ ഇയാളുടെ സുഹൃത്തുക്കൾ അറസ്റ്റിലാക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഇയാൾ പരിഭ്രാന്തിയിലായി. എന്തായാലും ചെങ്കോട്ട സ്ഫോടനത്തിന് സമാനമായി കൂടുതൽ സ്ഫോടനങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്ക രാജ്യത്തുണ്ട്. സ്ഫോടനം നടത്തിയ കാർ ഒക്ടോബർ 29-ന് ഫരീദാബാദിൽ പുകപരിശോധന നടത്തുന്ന ഘട്ടത്തിൽ വാഹനത്തിൽ 3 പേർ ഉണ്ടായിരുന്നു. സ്ഫോടനം നടന്ന ഘട്ടത്തിൽ കാർ ഓടിച്ച ഉമർ നബിയെ കൂടാതെ കാറിൽ മറ്റു 2 പേർ കൂടി ഉണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങളിൽ ഇത് വ്യക്തമാണ്. സ്ഫോടനം ഉണ്ടായപ്പോൾ കാറിൽ ഉമർ മാത്രമാണ് ഉണ്ടായിരുന്നത്. മറ്റു 2 പേർ ആരെന്നും അവർ ഇപ്പോൾ എവിടെയാണ് എന്ന ചോദ്യവും നിലവിൽ ഉയരുന്നുണ്ട്. ഫരീദാബാദിൽ നിന്ന് ജമ്മു കാശ്മീർ പോലീസ് 2900 കിലോ സ്ഫോടന വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. ഇപ്പോൾ കണ്ടെടുത്തത് കൂടാതെ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ഉമറിന്റെ കൂട്ടാളികളുടെ പക്കലുണ്ടോ അതിലും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അൽ ഫലാഹ് ആശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഭീകര സംഘം വിപുലമായ സ്ഫോടന പരമ്പര ലക്ഷ്യമിട്ടിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ ഒക്ടോബർ 29-നാണ് ഉമർ വാങ്ങിയത്. വായു മലിനീകരണം കാരണം ഡൽഹിയിൽ വാഹന പരിശോധന ശക്തമായതിനാലാണ് അന്ന് തന്നെ പുക പരിശോധന തിരക്കിട്ട് നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ശക്തമാക്കിയിരിക്കുകയാണ്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ ലക്ഷ്യമിട്ട് തിങ്കളാഴ്ച ജമ്മു കാശ്മീരിൽ വ്യാപക റെയ്ഡുണ്ട്. ബദ്ഗാം, ബാരാമുള്ള, ഗന്ദേർബൽ, അനന്ത്നാഗ്, കുൽഗാം, പുൽവാമ, ഷോപ്പിയാൻ ജില്ലകളിലായി ജമ്മു കാശ്മീർ പോലീസ് നടത്തിയ റെയ്ഡിൽ നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. US കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗുലാം നബി ഫയായിയുടെ സംഘത്തെ ലക്ഷ്യമിട്ടും റെയ്ഡ് നടന്നു. പാക് അധിനിവേശ കാശ്മീരിൽ നിന്ന് പ്രവർത്തിക്കുന്നവരുടെ ബാരാമുള്ളയിലെ 13 കേന്ദ്രങ്ങളിലും പരിശോധന നടത്തുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.